നമ്മുടെ ഫിൽറ്ററിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.5 ടണ്ണിന്റെ കപ്പാസിറ്റി ഉള്ളൂ. ഇത് 3 ടൺ ആക്കണം. ഈ പുക മുഴുവനും ഇതിന്റെ ഫിൽറ്ററിംഗിലേക്ക് വന്നിട്ട് അതിന്റെ വെള്ളത്തിന്റെ അടിക്കോടെ പോയിട്ട് ഇത് ഫിൽറ്റർ ചെയ്ത് അതിന്റെ കൈയൊക്കെ കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ പുകയിലേക്ക് തള്ളുക. ഇപ്പൊ സംഭവിക്കുന്ന ഈ വെള്ളത്തിലൊന്നും പോണില്ല. ഇത് നേരിട്ട് പുക അടക്കം ഈ പുകയിലേക്ക് വന്ന് അടിക്കുമ്പോ അവിടെ കരി വന്ന് കൂടി അത് ഹോളറിഞ്ഞു പോയിട്ട് ഈ സാധനം തള്ളുന്നില്ല മുകളിലേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ അടിഭാഗം തിരിച്ചു പോണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. അതുകൊണ്ടാണ് ഈ പ്രഷർ കൂടുതൽ, അത് ഓവർലോഡ് വരുമ്പോ നമ്മളിപ്പോ ഒരു മോട്ടർ പിന്നെ പമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഭാഗത്ത് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടർ കത്തി പോവില്ലേ, അതിന്റെ ഇമ്മിലറിന് കംപ്ലൈന്റ് വരില്ലേ? ഇത് തന്നെയാണ് ഈ മോട്ടോർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചേമ്പറിനെല്ലാം 3 ടൺ ആക്കണം, 3 ടൺ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല, എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. അത് ചെയ്താൽ മാത്രമേ ശാശ്വതമായിട്ട് ആ പോക്കൽ നിലനിൽക്കുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയം അത് ഒരുപാട് വിവാദങ്ങളിൽ പെട്ട് ഉലഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം തന്നെ വലിയ വിവാദങ്ങളിലൂടെയായിരുന്നു. ഒടുവിലത് നമ്മുടെ ചാലക്കുടി നഗരസഭയിലെ ജനവിഭാഗങ്ങൾക്ക് മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ സഹായമാകുന്ന രീതിയിലൊരു സംഗതിയായിട്ട് മാറി. ഇതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ പുകക്കുഴൽ ഒടിഞ്ഞു വീഴുന്നത്. ഒരു വർഷം മുൻപാന്ന് തോന്നുന്നു. ഇത് ഒടിഞ്ഞു വീഴാനുള്ള കാരണം ഈ ചാലക്കുടി നഗരസഭയിലെ ഭരണാധികാരികളുടെ പിടിപ്പേട് തന്നെയായിരുന്നു. കാരണം ഒടിഞ്ഞു വീഴുന്നത് വരെ കാത്തിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സവിശേഷത. എന്നിരുന്നാൽ തന്നെയും അതിനുശേഷം ചാലക്കുടി നഗരസഭയിലെ ചില കൗൺസിലർമാരുടെ ഇടപെടലിൽ അതിൻ്റെ വ്യാസം കൂട്ടി നല്ല ഗേജോട് കൂടിയിട്ടുള്ള ഒരു നല്ല പുകക്കുഴൽ അവിടെ സ്ഥാപിച്ചു. കുഴപ്പമില്ല. പക്ഷേ ഈ രീതിയിലാണ് ക്രിമിറ്റോറിയം വർക്ക് ചെയ്ത് പോകണമെങ്കിൽ ഈ പുകക്കുഴലും വെട്ടിയടിച്ച് വീഴാൻ സാധ്യതയുണ്ട്. എന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം? അങ്ങനെ പറയാനായിട്ടുള്ള കാരണം ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന കൗൺസിലർ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉന്നയിച്ചു. ഈ ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 3 ചേമ്പറുകളാണുള്ളത്. ഈ 3 ചേമ്പറുകളിൽ നിന്നും ബ്ലോവർ വഴി ഇതിൻ്റെ പുക വലിച്ചെടുത്ത് അത് ഒരു ഫിൽറ്ററിംഗ് ചേമ്പറിലൂടെ കടന്നുപോയി അതിനുശേഷം വേസ്റ്റ് വരുന്ന സംഗതികൾ വേറൊരു വസ്തു കൂടെയും പുക മുകളിലൂടെയും പോകുന്ന ഒരു സംവിധാനമാണ് ഇതിനുള്ളത്. പക്ഷേ ഈ 3 ചേമ്പറുകളുടെയും ഫിൽട്ടർ ചെയ്യുന്ന ചേമ്പർ അത് 1.5 ടണ്ണിൻ്റെ ആണ്. അതൊരു 3 ടൺ ആക്കണം, ഒരു 3000 ലിറ്ററിൻ്റേതാക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫിൽറ്ററിംഗ് യൂണിറ്റ് പ്രവർത്തിക്കണില്ല, ബ്ലോവർ വലിച്ച് നേരെ മുകളിലേക്ക് വിടുന്നു. ഇതിൻ്റെ ഫലമായിട്ട് കൂടുതൽ കരി അടിയാനായിട്ട് സാധ്യതയുണ്ട്. അത് നേരെ ഇപ്പോൾ കൊണ്ടുള്ളിൽ കൂടെ പോകുന്ന അവിടെ പറ്റി പിടിച്ചിരിക്കും. പഴയ പോലെ തന്നെ സുഷിരങ്ങളുണ്ടാകും, വെട്ടിയടിച്ച് വീഴും. ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇത് പരിഹരിക്കാനായിട്ടാണ് ഈ വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന കൗൺസിലർ ഈ വിഷയം കൗൺസിലിൽ ഉന്നയിച്ചത്. ഇത് പുതിയ ഈ ഒടിഞ്ഞു വീണ പുകക്കുഴലിന് പകരം പുതിയ പുകക്കുഴൽ വയ്ക്കുന്ന സമയത്തും ഇതേ ആവശ്യം ഈ കൗൺസിലർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ശരിയാക്കാം, അങ്ങനെ ശരിയാക്കാം, ഇങ്ങനെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, അവിടെ ചിലപ്പോൾ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ വരാറുണ്ട്. ഈ ബ്ലോവറിംഗ് യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്ടികപ്പൊടി മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫിൽറ്ററിംഗ് ബെൽറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്, മോട്ടറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവത്തിൻ്റെ ചേമ്പർ ഈ പറയുന്നോണം 3 ടണ്ണിലേക്ക് 3000 ലിറ്ററിലേക്ക് മാറ്റാനായിട്ട് യാതൊരു ഇടപെടലും നടക്കുന്നില്ല. ഇതിൻ്റെ ഫലമായിട്ട് ഫിൽറ്ററിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല. ഫിൽറ്ററിംഗ് യൂണിറ്റിലൂടെ ഈ പുക നേരെ പോക്കുകളിലൂടെ വെച്ചടിച്ച് പോവുകയാണ്. ബ്ലോവർ എടുത്ത് സാധനം നേരെ വിടുന്നു. ഫിൽറ്ററിംഗ് യൂണിറ്റിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് അതിന് കൂടുതൽ അതിൻ്റെ മറ്റ് ആവശ്യമില്ലാത്ത സംഗതികളെല്ലാം ഒരു വസ്തു കൂടെ പോവുകയും പുക മാത്രം മുകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇത് പരിഹരിക്കണം. ഈ പ്രശ്നം തീർച്ചയായിട്ടും ഭരണാധികാരികളുടെ മുന്നിൽ വയ്ക്കുകയാണ്. നിങ്ങൾ ഈ വിഷയങ്ങളിൽ ഇടപെടും. ഇത്രയും വലിയ സാധനം കൊണ്ടുവച്ചിട്ട് അത് വീണ്ടും ഒരു 1-2 കൊല്ലത്തിന് ശേഷം സുഷിരങ്ങൾ വീണ് വീണ്ടും നിലത്തേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായാൽ അത് നിങ്ങളുടെ പരാജയം എന്നതിനേക്കാൾ ഉപരി ജനങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം ഒരുപാട് സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന, മൃതദേഹ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് ഈ വിഷയം ഗൗരവമാണ്. ഇതുവരെയായിട്ടും അത് യാതൊരുവിധ ഇടപെടലുകളും ചാലക്കുടി നഗരസഭാ ഭരണാധികാരികൾ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഭരണസമിതിയിലെ കൗൺസിലർ തന്നെ ഉന്നയിച്ച വിഷയം, അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഇടപെടലും നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പുകക്കുഴൽ വീണ സമയത്ത് നിങ്ങൾക്കറിയാം അതിൻ്റെ മേൽക്കൂര മുഴുവനും ഒടിഞ്ഞു കിടക്കണം. മുകളിലെ മേൽക്കൂര എന്ന് വെച്ചാൽ മുകളിൽ സ്ട്രെസ് വർക്ക് ചെയ്തത്, അത് എത്രയും പെട്ടെന്ന് അത് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ടുള്ളൊരു ഇടപെടൽ ആവശ്യമാണ്. അക്കാര്യത്തിലും യാതൊരു വിധ സംഗതിയും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഭരണപരാജയങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമൂഹം, തീർച്ചയായിട്ടും ഇതിൽ ജനകീയമായിട്ടുള്ള കൗൺസിലർമാരുണ്ട്. അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവരുടെ മഹത്വം അവർ മറക്കരുതെന്നാണ് പറയാനുള്ളത്. ഇത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. ഈ ക്രിമിറ്റോറിയത്തിൻ്റെ പുകക്കുഴൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വീഴാൻ സാധ്യതയുണ്ട്. നമുക്ക് എല്ലാ ദിവസവും ഈ പുകക്കുഴലിൻ്റെ മുകളിലേക്ക് കോണി വെച്ച് കയറി നോക്കാൻ പറ്റുമോ, സുഷിരം വീണിട്ടുണ്ടോ എന്ന്? നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് 1.5 ടണ്ണിൽ നിന്നും 3 ടണ്ണിലേക്ക് മാറ്റാനായിട്ടുള്ള ഈ ഫിൽറ്ററിംഗ് ചേമ്പർ അത് മാറ്റാനായിട്ടുള്ള ഒരു സത്വരമായ ഇടപെടൽ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണം. ഈഗോ ക്ലാഷുകൾ മാറ്റിവെച്ചാൽ
അവനവന് തന്നെയാണ് ഭൂഷണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈഗോകളല്ല ഒരു ഭരണാധികാരിക്ക് വേണ്ടത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരാണെന്നുള്ള ബോധ്യം മറന്നുപോയാൽ ഈഗോ കീഴടക്കും. അത് സർവ്വനാശത്തിലേക്കേ നയിക്കുകയുള്ളൂ. വലിയ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ആളുകൾ വിരലെണ്ണാവുന്ന വോട്ടുകളിലേക്ക് പിന്നെ മാറിയതിൻ്റെ കാരണം അതൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.